ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് കണ്ടോ, നമ്മളെ നാടൻ പയർ തോരനാണ്. ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല കുറച്ച് നാടൻ പയർ ഇട്ടിട്ടുണ്ട്. നല്ല വയലറ്റ് കളറാണ്. ഇത് കറുപ്പല്ല, വയലറ്റ് കളറാണ്. നല്ല ഭംഗിയാണ്. ഇതെനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങൾ അണ്ണൻ്റെ വീട്ടിൽ നിന്നാണേ. അവിടെ അവർക്ക് വയലിൽ കൃഷിയുണ്ട്. അപ്പോൾ ഇത് മെനക്കെട്ട പണിയാണ് ഈ പയർ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ അത് കൃഷി ചെയ്യാനും ഇത് പിച്ചാനും ഉണക്കിയെടുക്കാനും ഈ പരുവത്തിനാക്കാനൊക്കെ നല്ല മെനക്കേടാണ്. പക്ഷേ നമ്മൾ വളവും വിഷമൊന്നും ചേർക്കാതെ നല്ല പയർ കിട്ടാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്തതാണ്. അങ്ങനെ അവിടുത്തെ ചേച്ചി എനിക്ക് തന്നതാണ്. അതുകൊണ്ട് നമുക്കിതൊരു തോരൻ വയ്ക്കാം. കുതിർത്ത് വെച്ചിരുന്ന പയറാണ്. ഇന്നലെ രാത്രിയിലെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലേക്ക് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ടൊക്കെ ഒഴിക്കാം. ഇനി നമുക്ക് തോരൻ്റെ അരപ്പ് റെഡിയാക്കാം. തേങ്ങ, കുറച്ച് പിന്നെ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കുറച്ച് കാന്താരി മുളക്, ഇതൊക്കെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തോരനൊക്കെ ഈ വൻപയർ തോരനൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ നാടൻ പയർ കിട്ടിയതുകൊണ്ട് അത് വയ്ക്കുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അരപ്പ് ഇതേപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വാട്ടാം. എന്ന ഉള്ളിയിലേക്ക് നമുക്ക് പയർ തട്ടിയിട്ട് കൊടുക്കാം. പയറും ഉള്ളിയും കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അരപ്പ് ചൂടാവുന്നത് തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാം. പയർ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, നല്ല നാടൻ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്.